ഹായ് ഹലോ ഫ്രണ്ട്സ്, ആന്റൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GD മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള GK എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് നോക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്റ്റേറ്റ് സെലിബ്രേറ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ നഗോബ ജാത്ര? എന്താണ് മക്കളെ? നഗോബ ജാത്ര എന്ന ട്രൈബൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി മിസോറാം. എന്താണ് നഗോബ ജാത്ര? എന്താണ് നഗോബ ജാത്ര എന്ന ട്രൈബൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മക്കളെ വരുന്നത്? ആൻസർ അറിയോ ആർക്കെങ്കിലും? ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാനയിലാണ് ഏത് ഫെസ്റ്റിവൽ ട്രൈബൽ ആയിട്ടുള്ള? നഗോബ ജാത്ര. ഏതാണ് നഗോബ ജാത്ര? ഇത് ഏത് ട്രൈബാണ് മക്കളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗോണ്ട് ട്രൈബ്. ഏത് ട്രൈബാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗോണ്ട് ട്രൈബാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് തെലങ്കാനയിലെ അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലാണ്. എവിടാണ്? അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. തെലങ്കാനയിലെ അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലാണ് ഏത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈ നഗോബ ജാത്ര എന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗോണ്ട് ട്രൈബാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യശൻഘട്ട് എന്ന എന്താണ്? യശൻഘട്ട് ട്രൈബൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മണിപ്പൂർ. ഏതാണ്? മണിപ്പൂർ. അതേപോലെ തന്നെ മഹാപ്രഭ് എന്ന ട്രൈബൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഏതാണ് മക്കളെ? ഒഡീഷയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചപ്ചാർഘട്ട് എവിടെയാണ്? ചപ്ചാർഘട്ട് മിസോറാമിലാണ് കേട്ടോ. ചപ്ചാർഘട്ട് മിസോറാമിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നഗോബ ജാത്ര എന്ന ട്രൈബൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏത് ട്രൈബാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗോണ്ട് ട്രൈബ്. ഏത് ട്രൈബാണ്? ഗോണ്ട് ട്രൈബാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ യശൻഘട്ട് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? മണിപ്പൂരാണ്. ഏതാണ്? മണിപ്പൂരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മഹാപ്രഭ്. ഓക്കെ, ഏതാണ്? മഹാപ്രഭ് ട്രൈബൽ ഫെസ്റ്റിവൽ എവിടെയാണ്? ഒഡീഷയിലാണ്. എവിടെയാണ് മക്കളെ? ഒഡീഷയിലാണ്. അതേപോലെ തന്നെ ചപ്ചാർഘട്ട്. എന്താണ്? ചപ്ചാർഘട്ട് എവിടെയാണ്? മിസോറാമിലാണ് ചപ്ചാർഘട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ലിയർ ആയല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നഗോബ ജാത്ര എവിടെയാണ്? തെലങ്കാനയിലെ അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലെ ഗോണ്ട് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്ത ട്രൈബൽ ഫെസ്റ്റിവൽ ആണ് ഏത്? നഗോബ ജാത്ര. ഏതാണ്? നഗോബ ജാത്ര. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ, ഇത് വെൽ നോൺ പെയിന്റിംഗ് ബാനി താനി ബിലോങ്സ് ടു ദി ഡാഷ്. എന്താണ്? ബാനി താനി എന്ന പ്രശസ്ത പെയിന്റിംഗ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നോക്കിയേ, ബാനി താനി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ബാനി താനി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓക്കെ, അപ്പം നോക്കിയേ, ഓപ്ഷൻ എ ബുണ്ടി സ്കൂൾ, ഓപ്ഷൻ ബി ജയ്പൂർ സ്കൂൾ, ഓപ്ഷൻ സി കാൻഗ്ര സ്കൂൾ, ഓപ്ഷൻ ഡി കിഷൻഗഡ് സ്കൂൾ. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ബാനി താനി പെയിന്റിംഗ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അറിയോ ആർക്കെങ്കിലും? ബാനി താനി അതിനകത്താണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി കിഷൻഗഡ് സ്കൂളിനകത്താണ്. ഏതാണ്? കിഷൻഗഡ് സ്കൂളിനകത്താണ് ഏത് ഉൾപ്പെടുന്നത്? ബാനി താനി പെയിന്റിങ് ഉൾപ്പെടുന്നത്. ഈ പെയിന്റ് ക്രിയേറ്റ് ചെയ്ത ആരാണ്? നിഹാൽ ഗോണ്ട് ആണ് കേട്ടോ. ആരാണ്? നിഹാൽ ഗോണ്ട്.
നിഹാൽ ഗോണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പെയിന്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? എന്താണ് ബാനി താനി? എന്താണ് ബാനി താനി? ബാനി താനി എന്ന പ്രശസ്ത പെയിന്റിംഗ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കിഷൻഗഡ് സ്കൂളിനകത്താണ് ഉൾപ്പെടുന്നത്. ഇത് ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമേഷൻ ആരാണ്? നിഹാൽ ഗോണ്ട്. ആരാണ്? നിഹാൽ ഗോണ്ടാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോക്ക് ഡാൻസ് ബിലോങ്സ് ടു ഒഡീഷ? താഴെ തന്നിരിക്കുന്നതിൽ ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് ഏതാണ് മക്കളെ? താഴെ പറയുന്നതിൽ ഒഡീഷയുടെ ഫോക്ക് ഡാൻസിൽ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ലാവണി, ഓപ്ഷൻ ബി ലോർ, ഓപ്ഷൻ സി അക്രി, ഓപ്ഷൻ ബി ചാത്തി ഗോദ. എന്താണ്? ചൈത്തി ഗോദ. അപ്പം നോക്കിയേ, ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് ഏതാണ് മക്കളെ? ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് എവിടുത്തെയാണ്? ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് ഏതാണ് ഇതിന് താഴെ തന്നിരിക്കുന്നതിൽ വരുന്നത്? അറിയോ ആർക്കെങ്കിലും? ഓക്കെ, ഏതാണ് വരുന്നത്? ചൈതി ഗോഡ. ഏതാണ്? ചൈതി ഗോഡയാണ് ഏതെന്ന് പറയുന്നത്? ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് കേട്ടോ. ഒഡീഷയുടെ ഫോക്ക് ഡാൻസ് ഏതാണ്? ചൈതി ഗോഡ കേട്ടോ. ചൈതി ഗോഡയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാവണി നൃത്തം. ഓക്കെ, എന്താണ്? ലാവണി ഡാൻസ്. ലാവണി ഡാൻസ് അല്ലെങ്കിൽ ലാവണി നൃത്തം ഏത് സ്റ്റേറ്റിലെയാണ്? മഹാരാഷ്ട്രയിലെയാണ് കേട്ടോ. എവിടുത്തെയാണ്? മഹാരാഷ്ട്ര. ലാവണി നൃത്തം അല്ലെങ്കിൽ ലാവണി ഡാൻസ് എവിടുത്തെ ഏത് സ്റ്റേറ്റിലെയാണ്? മഹാരാഷ്ട്രയിലെയാണ്. അതേപോലെ തന്നെ ലൂർ ഡാൻസ്. ഏതാണ്? ലൂർ ഡാൻസ് എവിടുത്തെയാണ്? ഹരിയാനയിലെ ഫോക്ക് ഡാൻസ് ആണ് ഇത്. ലൂർ ഡാൻസ്. ലൂർ ഡാൻസ് എവിടുത്തെയാണ്? ഹരിയാനയിലെയാണ് ഇത് ലൂർ ഡാൻസ്. ചൈത്തി ഗോഡ എവിടുത്തെയായിരുന്നു? ഒഡീഷയിലെയാണ് കേട്ടോ. ചൈത്തി ഗോഡ എവിടുത്തെയാണ്? ഒഡീഷയിലാണ് ചൈത്തി ഗോഡ. അപ്പം നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒഡീഷയിലെ ഫോക്ക് ഡാൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരുന്നു നമുക്ക് വന്നത്? ചൈതി ഗോഡ. ഏതാണ്? ചൈതി ഗോഡ. ലാവണി എവിടുത്തെയാണ്? മഹാരാഷ്ട്രയിലെയാണ്. ലാവണി എവിടുത്തെയാണ്? മഹാരാഷ്ട്രയിലെയാണ് ലാവണി. അതേപോലെ തന്നെ ലൂർ. ഓക്കെ, ലൂർ ഡാൻസ് എവിടുത്തെയാണ്? ഹരിയാനയിലെയാണ് ഏത്? ലൂർ ഡാൻസ് കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആന്റൺ ഡിഫൻസ് അക്കാഡമിയിൽ SSCGD 2025-26 ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. നമ്മൾ വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സുകളും ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് സെക്ഷനുകളും ഡെയിലി പ്രാക്ടീസ് പേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ടൈം വേസ്റ്റ് ആക്കാതെ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ ഓഫ് ദ ഫോളോയിങ് ഓൾഡസ്റ്റ് റോക്ക് കട്ട് ബാർബർ കേവ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? ബാർബർ കേവ്സ്. എന്താണ്? ബാർബർ അല്ലെങ്കിൽ ബരാബർ കേവ്സ്. ബാർബർ അല്ലെങ്കിൽ ബരാബർ കേവ്സ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നോക്കിയേ. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ബരാബർ കേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറിയോ ആർക്കെങ്കിലും? ബരാബർ കേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ഓപ്ഷൻ എ ബീഹാറിലാണ് ബരാബർ കേസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലിഫന്റ, അജന്ത, എല്ലോറ ഏതൊക്കെയാണ്? എലിഫന്റ, അജന്ത, എല്ലോറ. എലിഫന്റ, അജന്ത, എല്ലോറ തുടങ്ങിയ കേവ്സുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് എലിഫന്റ, എല്ലോറ, അജന്ത കേവ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബദാമി കേവ്സ്. ബദാമി കേവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബദാമി കേവ്സ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെയാണ്. ബദാമി കേവ്സ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
ബരാബർ സ്റ്റേഡിയം എന്താണ്, അല്ലെങ്കിൽ ബരാബർ ഗുഹ, ബരാബർ കേസ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഏതാണ്? ബീഹാർ ആണ്. അതേപോലെ തന്നെ നോക്കിയേ, എലിഫന്റ, എല്ലോറ, അജന്ത തുടങ്ങിയ കേസുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്രയിലാണ് എലിഫന്റ, എല്ലോറ, അജന്ത കേസുകൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാദാമി കേവ്സ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏതാണ്? കർണാടകയാണ്. അതേപോലെ തന്നെ ബോറ, എന്താണ്? ബോറ കേസ്. ഓക്കെ, ബോറ കേസ് ഏതാണ്? ബോറ കേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ബോറ കേസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ബോറ കേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? കിട്ടിയല്ലോ. അപ്പം ബരാബർ കേസ് അല്ലെങ്കിൽ ബരാബർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ബീഹാർ, അജന്ത, എല്ലോറ തുടങ്ങിയ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാത്മി കേവ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകയിലും. ബോറ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ് ബോറ കേസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടേം പുട്ട് ഈസ് യൂസ്ഡ് ഇൻ ദിസ് സ്പോർട്ട്. എന്താണ്? ഏത് കായിക ഇനമായി ബന്ധപ്പെട്ടയാണ് പുട്ട് എന്ന പദം? എന്താണ്? പുട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടയാണ്? നോക്കിയേ, ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഗോൾഫ്, ഓപ്ഷൻ സി ഫുട്ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ്. നോക്കിയേ, പുട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടയാണ്? അറിയോ ആർക്കെങ്കിലും പുട്ട് എന്ന പദം? ഓക്കെ, ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി ഗോൾഫ് ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഗോൾഫ് ആണ് പുട്ട് എന്ന പദം. അപ്പം പുട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടയാണ്? ഗോൾഫ് എന്ന കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റിനകത്ത് വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? LBW വിക്കറ്റ്. ഓക്കെ, LBW വിക്കറ്റ്. ഇതൊക്കെ ഏത് പദവുമായി, ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടയാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഏത്? LBW വിക്കറ്റ് ഒക്കെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഗോൾഫുമായി ബന്ധപ്പെട്ട ഏതാണ്? പുട്ട് എന്ന പദമാണ് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫുട്ബോളിൽ വരുന്ന ഏതൊക്കെയാണ്? പെനാലിറ്റി. ഏതാണ് മക്കളെ? പെനാലിറ്റി, കോർണർ കിക്ക്. ഓക്കെ, ഏതൊക്കെയാണ്? പെനാലിറ്റി, കോർണർ കിക്ക്. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടയാണ് മക്കളെ? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടയാണ് ഏത്? സ്മാഷ്, ഡ്രോപ്പ്. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടയാണ്? ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബട്ടർഫ്ലൈ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടയാണ്? സ്വിമ്മിങ്. ഏതാണ്? സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടയാണ് ഏത്? ബട്ടർഫ്ലൈ എന്ന പദം. അപ്പം നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പുട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പം പുട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഫ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടയാണ് പുട്ട് എന്ന പദം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ LBW വിക്കറ്റ് തുടങ്ങിയ പദങ്ങളോ? LBW വിക്കറ്റ് തുടങ്ങിയ പദങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പെനാലിറ്റി, കോർണർ. ഓക്കെ, പെനാലിറ്റി, കോർണർ കിക്ക് ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടയാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടയാണ്. സ്മാഷ്, ഡ്രോപ്പ് എന്തുമായി ബന്ധപ്പെട്ടയാണ്? ടേബിൾ ടെന്നീസ്. ഏതാണ്? ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബട്ടർഫ്ലൈ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടയാണ്? സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടയാണ് ഏത്? ബട്ടർഫ്ലൈ എന്ന പദം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ വാസ് റിട്ടേൺ ബൈ. നോക്കിയേ, നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എഴുതിയത് ആരാണ്? ഓക്കെ, ആരാണ് മക്കളെ? ഓപ്ഷൻ എ പ്ലീനി, ഓപ്ഷൻ ബി ടോളമി, ഓപ്ഷൻ സി ജസ്റ്റിൻ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. അപ്പം നോക്കിയേ, നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എഴുതിയത് അറിയോ?
നാച്ചുറൽ ഹിസ്റ്റോറിയ ആരുടെ പുസ്തകമാണ്? ഓക്കെ, പ്ലീനിയുടെ പുസ്തകമാണ് ഏത്? നാച്ചുറൽസ് ഹിസ്റ്റോറിയ എന്ന പുസ്തകം ആരുടെയാണ്? പ്ലീനിയുടെ പുസ്തകമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദസ് ക്യാപിറ്റൽ. ഓക്കെ, ദസ് ക്യാപിറ്റൽ ആരുടെ പുസ്തകമാണ്? ദസ് ക്യാപിറ്റൽ. ദസ് ക്യാപിറ്റൽ ആരുടെയാണ്? കാറൽ മാക്സിന്റെ ആണ് കേട്ടോ. ആരുടെയാണ്? കാറൽ മാക്സിന്റെ പുസ്തകമാണ് ഏത്? ദസ് ക്യാപിറ്റൽ. ഓക്കെ, പ്ലീനിയുടെ പുസ്തകം ഏതാണ്? നാച്ചുറൽസ് ഹിസ്റ്റോറിയ എന്ന പുസ്തകം ആരുടെയാണ്? പ്ലീനിയുടെയാണ്. ഓക്കെ, എ ബെൻഡ് ടു ദി റിവർ. എ ബെൻഡ് ടു ദി റിവർ VS നൈപാലിന്റെ ആണ് കേട്ടോ. VS നൈപാലിന്റെ ആണ് ഏത്? ബെൻഡ് ടു ദി റിവർ. ബെൻഡ് ടു ദി റിവർ എന്ന പുസ്തകം ആരുടെയാണ്? VS നൈപാലിൻ്റെയാണ്. അതേപോലെ തന്നെ ദസ് ക്യാപിറ്റൽ ആരുടെയാണ്? കാറൽ മാക്സിൻ്റെ പുസ്തകമാണ് ഏത്? ദസ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ലൈസ്. ഓക്കെ, 8 ലൈസ് ആരുടെയാണ്? രാജീവ് ഗാന്ധിയുടെയാണ് കേട്ടോ. 8 ലൈസ് എന്ന പുസ്തകം ആരുടെയാണ്? രാജീവ് കേട്ടോ. രാജീവൻ ഗാന്ധിയുടെയാണ് ഇത്. ഓക്കെ, ഏതെന്ന് പറയുന്നത്? രാജീവ് അല്ല, രാജ്മോഹൻ ഗാന്ധി കേട്ടോ. രാജ്മോഹൻ ഗാന്ധിയുടെയാണ് ഇത്. രാജ്മോഹൻ ഗാന്ധിയുടെയാണ് ഏതെന്ന് പറയുന്നത്? 8 ലൈസ് എന്ന പുസ്തകം. അപ്പൊ 8 ലൈസ് എന്ന പുസ്തകം ആരുടെയാണ്? രാജ്മോഹൻ ഗാന്ധിയുടേതാണ്. അതേപോലെ ദസ് ക്യാപിറ്റൽ, കാറൽ മാക്സ്, 8 ലൈസ് ആരുടെയാണ്? രാജ്മോഹൻ ഗാന്ധി. തിരിഞ്ഞു പോവല്ലേ? രാജ്മോഹൻ ഗാന്ധി. ഓക്കെ, എ ബെൻഡ് ടു ദി റിവർ എന്ന പുസ്തകം ആരുടെയാണ്? VS നൈപാലിൻ്റെയാണ്. ആരുടെയാണ്? VS നൈപാലിൻ്റെയാണ്. നാച്ചുറൽസ് ഹിസ്റ്റോറിയ എന്ന പുസ്തകം ആരുടെയാണ്? പ്ലീനി കേട്ടോ. നാച്ചുറൽ ഹിസ്റ്റോറിയ എന്ന പുസ്തകം പ്ലീനിയുടെയാണ്. നാച്ചുറൽ ഹിസ്റ്റോറിയ എന്ന പുസ്തകം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, മാൻ ബുക്കർ പ്രൈസ് ഈസ് ഗിവൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്. എന്താണ്? താഴെ പറയുന്നവയിൽ ഏത് മേഖലയ്ക്കാണ് മാൻ ബുക്കർ സമ്മാനം നൽകുന്നത്? ഓപ്ഷൻ എ ജേർണലിസം, ഓപ്ഷൻ ബി സയൻസ്, ഓപ്ഷൻ സി എക്കണോമിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ലിറ്ററേച്ചർ. മാൻ ബുക്കർ പ്രൈസ് ഏത് മേഖലയ്ക്കാണ് നൽകുന്നത്? മാൻ ബുക്കർ പ്രൈസ്. ഓക്കെ, മാൻ ബുക്കർ പ്രൈസ് ഏത് മേഖലയ്ക്കാണ് കൊടുക്കുന്നത്? ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യ മേഖലയ്ക്കാണ് ഏത് അവാർഡ് കൊടുക്കുന്നത്? മാൻ ബുക്കർ പ്രൈസ് അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, നോബൽ പ്രൈസ് സയൻസിനാണ് എന്താ കൊടുക്കുന്നത്? നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫീൽഡ് മാർഷൽ ഏതാണ്? മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ഏതാണ്? മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന ഏതാണ് മക്കളെ? മാത്തമാറ്റിക്സിന് ഫീൽഡ് മാർഷൽ അവാർഡ് കൊടുക്കുന്നതാണ് മാത്തമാറ്റിക്സ് കേട്ടോ. ഫീൽഡ് മാർഷൽ ഏതാണ്? മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ നോബൽ പ്രൈസ് സയൻസ്. ഓക്കെ, മാൻ ബുക്കർ പ്രൈസ് ഏതാണ്? ലിറ്ററേച്ചർ ആണ്. ഏതാണ്? ലിറ്ററേച്ചർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏതിനാണ് കൊടുക്കുന്നത്? ഫിലിം ഇൻഡസ്ട്രിക്കാണ് കേട്ടോ. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏത് ഇൻഡസ്ട്രിക്കാണ് കൊടുക്കുന്നത്? ഫിലിം ഇൻഡസ്ട്രിക്കാണ് കൊടുക്കുന്നത്. ഇത് ആദ്യമായി കിട്ടിയ വ്യക്തിയാണ് ആര്? ദേവിക റാണി റോറിച്ച്. ഇയർ ചോദിക്കുവാണെങ്കിൽ 1969. 1969 ഏത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി കിട്ടിയത് ദേവിക റാണി റോറിച്ചിന് 1969. ക്ലിയർ ആണല്ലോ? കിട്ടിയോ എല്ലാവർക്കും? അപ്പം നോക്കിയേ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മാൻ ബുക്കർ പ്രൈസ് ഈസ് ഗിവൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്. താഴെ പറയുന്നവയിൽ ഏത് മേഖലയ്ക്കാണ് മാൻ ബുക്കർ പ്രൈസ് നൽകുന്നത്? ലിറ്ററേച്ചറിനാണ്. അതേപോലെ തന്നെ നോബൽ പ്രൈസ് കൊടുക്കുന്നത് സയൻസ്. ഫീൽഡ് മാർഷൽ അവാർഡ് ഏതിനാണ് കൊടുക്കുന്നത്? മാത്തമാറ്റിക്സ് ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏതാണ്? ഫിലിം ആണ് കേട്ടോ. ഫിലിം ഇൻഡസ്ട്രി കൊടുക്കുന്നതാണ് ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാവേ. കൊഹിമ ഈസ് ദ ക്യാപിറ്റൽ ഓഫ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ ക്യാപിറ്റലാണ് കൊഹിമ? ഓക്കെ, സിക്കിം, മേഘാലയ, ത്രിപുര, നാഗാലാൻഡ്. കൊഹിമ ഈസ് ദ ക്യാപിറ്റൽ ഓഫ്. കൊഹിമ ഏത് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ്? കൊഹിമ
ഹിസ്റ്ററി ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ഹിസ്റ്ററി ഓഫ് കൾച്ചർ. ഹിസ്റ്ററി ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്നതാണ് ഏത്? നാഗാലാൻഡ്. ഈ നാഗാലാൻഡ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ഏതെന്ന് പറയുന്നത്? കൊഹിമ കേട്ടോ. നാഗാലാൻഡ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് ഏത്? കൊഹിമ. പ്രത്യേകത എന്താണ്? ഹിസ്റ്ററി ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്നതാണ് ഏത്? നാഗാലാൻഡ്. ഓക്കെ, സിക്കിമിന്റെ ഏതാണ് മക്കളെ? ഗാങ്ടോക്ക്. സിക്കിമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഗാങ്ടോക്ക് ആണ്. മേഘാലയയുടെ ഏതാണ്? ഷില്ലോങ് ആണ്. മേഘാലയയുടെ ക്യാപിറ്റൽ ഏതാണ്? ഷില്ലോങ് ആണ്. അതേപോലെ തന്നെ ത്രിപുരയുടെ ഏതാണ്? അഗർത്തല. ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണ്? അഗർത്തലയാണ് ത്രിപുരയുടെ ക്യാപിറ്റൽ. അപ്പം നോക്കിയേ, കൊഹിമ ഈസ് ദ ക്യാപിറ്റൽ ഓഫ്. കൊഹിമ ഏത് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ്? നാഗാലാൻഡ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് കൊഹിമ. ഹിസ്റ്ററി ഓഫ് കൾച്ചർ എന്താണ്? ഹിസ്റ്ററി ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് ഏത്? നാഗാലാൻഡ്. ഓക്കെ, സിക്കിമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഗാങ്ടോക്ക്. മേഘാലയയുടെ ഏതാണ്? ഷില്ലോങ്. ത്രിപുര ഏതാണ്? അഗർത്തലയാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. അതേപോലെ നാഗാലാൻഡ് നമ്മൾ പഠിച്ച ഏതാണ്? കൊഹിമയാണ് നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഡച്ചിംഗാം നാഷണൽ പാർക്ക് ഇൻ വിച്ച് സ്റ്റേറ്റ്? അതാണ് ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഡച്ചിംഗാം നാഷണൽ പാർക്ക് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ. നോക്കിയേ, ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഡച്ചിംഗാം. പറഞ്ഞേ, ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഡച്ചിംഗാം. ജമ്മു കാശ്മീർ ആണ് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് ഏത്? ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഓക്കെ, സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. സുന്ദർബൻ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ ആണ്. അതേപോലെ തന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കാസിരംഗ എവിടെയാണ്? അസ്സാമിലാണ്. എവിടെയാണ്? അസ്സാമിലാണ് കാസിരംഗ. കാസിരംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസ്സാമിലാണ് കാസിരംഗ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ക്ലിയർ ആണല്ലോ. സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതേപോലെ തന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. അതേപോലെ ജിം കോർബറ്റ് നമ്മൾ പഠിച്ചിപ്പം ജിം കോർബറ്റ് ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, കാസിരംഗ എവിടെയാണ്? കാസിരംഗ മാനാസൊക്കെ സ്ഥിതി ചെയ്യുന്നത് അസ്സാമിലാണ് കേട്ടോ. അസ്സാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. കിട്ടിയ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദ കറൻസി ഓഫ് ഡോങ് ബിലോങ് ടു വിച്ച് കൺട്രി? ഏത് രാജ്യത്തെ കറൻസിയാണ് ഡോങ്? അപ്പം ഡോങ് എന്ന കറൻസി ഏത് രാജ്യത്തെയാണെന്ന് നോക്കിയ മക്കളെ. കംബോഡിയ, ലാവോസ്, മ്യാൻമാർ, വിയറ്റ്നാം. ഏത് രാജ്യത്തെയാണ് ഡോങ് എന്ന കറൻസി? ഏത് രാജ്യത്തെയാണ്? കംബോഡിയ ആണോ, ലാവോസ്, മ്യാൻമാർ, വിയറ്റ്നാം? ഏത് രാജ്യത്തെ കറൻസിയാണ് ഡോങ് എന്നത്? ഓക്കെ, എവിടുത്തെയാണ്? വിയറ്റ്നാമിലെയാണ്. എവിടുത്തെയാണ് മക്കളെ? വിയറ്റ്നാമിലെ കറൻസിയാണ് ഏത്? ഡോങ് കേട്ടോ. ഡോങ് വിയറ്റ്നാമിലെ കറൻസിയാണ്. ഓക്കെ, അതിങ്ങനെയാണെങ്കിൽ വോൺ എന്ന കറൻസി എവിടത്തേക്കാണ്? സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയയിലെ കേട്ടോ. സൗത്ത് കൊറിയയിലെയും നോർത്ത് കൊറിയയിലെയും കറൻസിയാണ് വോണ്. നമ്മളറിയാം ഇന്ത്യയുടെ ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. ഇന്ത്യൻ റുപ്പിയാണ്. ജപ്പാൻ്റെ ഏതാണ്? എൻ ആണ്. ഓക്കെ, സൗദി അറേബ്യയുടെ കറൻസി ഏതാണ്? റിയാലാണ് കേട്ടോ. സൗദി അറേബ്യയുടെ കറൻസി ഏതാണ്? റിയാലാണ്.
ഒക്കെ ആണല്ലോ. അപ്പം ഡോങ് എന്ന കറൻസി ഏത് രാജ്യത്തിൻ്റെയാണ്? ഡോങ് എന്ന കറൻസി വിയറ്റ്നാമിലെയാണ് ഡോങ്. ഓക്കെ, അങ്ങനെയാണെന്നെങ്കിൽ ലാവോസിലെ കറൻസി ഏതാണ് മക്കളെ? ദ കിപ്പ്. ഏതാണ്? ദ കിപ്പ് കേട്ടോ. ദ കിപ്പ് എന്ന കറൻസി എവിടുത്തെയാണ്? ലാവോസിലെ കറൻസിയാണ് ഏത്? കിപ്പ്. ക്ലിയർ ആണല്ലോ. അപ്പം നോക്കിയേ, വോൺ എവിടുത്തെയാണ്? സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയയിലെ കറൻസിയാണ് ഏത്? വോണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ്. സൗദി അറേബ്യയുടെ കറൻസി ഏതാണ് അറിയപ്പെടുന്നത്? റിയാലാണ്. സൗദി അറേബ്യയുടെ കറൻസി അറിയപ്പെടുന്നത് റിയാലാണ്. സൗദി അറേബ്യയുടെ കറൻസി. ദ കിപ്പ് എവിടുത്തെയാണ്? ലാവോസിൻ്റെ ആണ് ദ കിപ്പ് എന്ന കറൻസി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ഹൗ മെനി മെഡൽ ഡിഡ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി വിൻ അറ്റ് ദ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഈവന്റ് ഹെൽഡ് ഇൻ 2023? അതായത് 2023 കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി എത്ര മെഡലുകളാണ് നേടിയത്? നോക്കിയേ, ഓപ്ഷൻ എ 57, 51, 65 ആൻഡ് 69. എത്രയാണ് അറിയോ ആർക്കെങ്കിലും? ഓക്കെ, എത്രയാണ്? 69 മെഡൽസുകളാണ് നേടിയത്. എത്ര മെഡൽസുകളാണ് നേടിയത്? 69 മെഡലുകളാണ് നേടിയേക്കുന്നത്. അപ്പം നോക്കിയേ, 2023 നടന്ന കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി എത്ര മെഡലുകളാണ് നേടിയത്? 69 മെഡലുകളാണ് നേടിയത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, who is the cabinet minister of the Union Ministry of Heavy Industry as of September 2024? 2024 സെപ്റ്റംബർ വരെ കേന്ദ്ര ഖനന വ്യവസായ മന്ത്രാലയത്തിലെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? നോക്കിയേ, അമിത് ഷാ, നിതിൻ ജയറാം ഗഡ്കരി, മനോഹർ ലാൽ ഖട്ടർ, HD കുമാരസ്വാമി. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? 2024 കേന്ദ്ര ഖനന വ്യവസായ മന്ത്രാലയത്തിലെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഓക്കെ, അറിയോ ആൻസർ? ഏതാണ്? മനോഹർ ലാൽ ഖട്ടറാണ്. ആരാണ്? മനോഹർ ലാൽ ഖട്ടറാണ് ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം നോക്കിയേ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ധർമ്മേന്ദ്ര പ്രധാനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി കേട്ടോ. ആരാണ്? നരേന്ദ്രമോദിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2024 സെപ്റ്റംബർ വരെ കേന്ദ്ര ഖനന വ്യവസായ മന്ത്രാലയത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു മനോഹർ ലാൽ ഖട്ടർ. ഓക്കെ, നമ്മുടെ ഹോം അഫേഴ്സ് ആർക്കാണ്? കേന്ദ്ര ഹോം അഫേഴ്സ് അമിത് ഷാ. ആരാണ്? അമിത് ഷായ്ക്കാണ് കേട്ടോ. ആർക്കാണ്? അമിത് ഷാ. ഓക്കെ ആണല്ലോ, അമിത് ഷായാണ്. അതേപോലെ തന്നെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവ്. ആരാണ്? അശ്വനി വൈഷ്ണവാണ്. അശ്വനി വൈഷ്ണവാണ് റെയിൽവേ മന്ത്രി. ക്ലിയർ ആണല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോം അഫേഴ്സ് ആർക്കാണ്? അമിത് ഷായാണ്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ കേട്ടോ. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ? കിട്ടിയല്ലോ. ഓക്കെ, നോക്കിയ മക്കളെ, നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഇതിൽ നമ്മൾ എന്താണ് ഡെയിലി മോക്ക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻ വീഡിയോസുകളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു സെൻസസ് 2011 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിക്ട് ഹാസ് ദി ലീസ്റ്റ് സെക്സ് റേഷ്യോ? താഴെ പറയുന്നതിൽ 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഉള്ള ജില്ല ഏതാണ്? സൂററ്റ്, ദാമൻ, കാർഗിൽ ആൻഡ് ചണ്ഡീഗഡ്. ഏതാണ് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ ലിംഗ അനുപാതം? ഏതാണ്? സൂററ്റ്, ദാമൻ, കാർഗിൽ, ചണ്ഡീഗഡ്. ഏതാണ് വരുന്നത്? ഓക്കെ, ദാമനാണ്. ഏതാണ്? ദാമനാണ്. അങ്ങനെയാണെങ്കിൽ ലിറ്ററസി റേറ്റ് എന്താണ്? ലിറ്ററസി റേറ്റ് കൂടുതൽ ഏതാണ്? കേരളമായിരുന്നു.
കുറവ് ബീഹാർ. ഏതാണ്? ബീഹാർ. 2011 സെൻസസ് പ്രകാരം ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവ് ബീഹാറും കൂടുതൽ കേരളവുമാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിംഗാനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ദാമനാണ്. ഏതാണ്? ദാമനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റും യും ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണ്? സിക്കിമുമാണ്. മോസ്റ്റ് പോപ്പുലേറ്റഡ് യും ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണ്? സിക്കിമുമാണ്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2011 സെൻസസ് പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ലീസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? ദാമനാണ്. എവിടെയാണ്? ദാമനാണ്. എന്നാൽ ഏറ്റവും കുറവ് ലിറ്ററസി എവിടെയാണ്? ബീഹാറിലാണ് ഏറ്റവും കുറവ് ലിറ്ററസി. ക്ലിയർ ആണോ? ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ചോദിക്കുവാണെങ്കിൽ സിക്കിമാണ്. ഏതാണ്? സിക്കിമാണ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഹൗ മെനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദെയർ ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പൗരന്മാർക്ക് എത്ര അടിസ്ഥാന കടമകളുണ്ട്? 11, 6, 8, 10. എത്ര അടിസ്ഥാന കടമകളാണ് നമുക്ക് ഉള്ളത്? 11 എണ്ണം. എത്ര എണ്ണമാണ്? 11 അടിസ്ഥാന കടമകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ സ്ട്രക്ചർ ഒക്കെ തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. BR അംബേദ്കർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ കേട്ടോ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും ചെറുത് ചോദിക്കുവാണെങ്കിൽ അമേരിക്കയാണ്. ഏതാണ്? അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അതേപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ഓക്കെ, ജെയിംസ് മാഡിസൺ ആണ്. അതിൽ നമ്മൾ ആർട്ടിക്കിൾ 1 എന്താണ് പറയുന്നത്? ഇന്ത്യയും ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളും ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെയും കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ഓക്കെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 എന്താണ്? ഇന്ത്യൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്താണ് അനുമാനിക്കുന്നത്? സിറ്റിസൺഷിപ്പ്. എന്താണ്? സിറ്റിസൺഷിപ്പാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാളിറ്റി. എന്താണ്? തുല്യത. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ഇത് ആർട്ടിക്കിൾ 14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 17 എന്താണ്? അൺടച്ചബിലിറ്റി. ഏതാണ്? അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17. ഓക്കെ ആണല്ലോ? എന്താണ്? വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ആരംഭിക്കുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 17. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാ വിധിക്കെതിരെയുള്ള റിട്ട് പുറപ്പെടുവിക്കുന്നതിനകത്താണ് ആർട്ടിക്കിൾ 32 ആണ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മുടെ എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന BR അംബേദ്കർ എന്താണ് ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32. അതാണ് ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ എത്ര അടിസ്ഥാന കടമകളാണ് നമുക്ക് ഉള്ളത്? എത്ര എണ്ണമാണ്? 11 എണ്ണമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും ചെറുത് അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കറും. എന്നാൽ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ. 7 ആർട്ടിക്കിളാണുള്ളത് കേട്ടോ. ഈ അമേരിക്കൻ ഭരണഘടനയിൽ മൊത്തം 7 ആർട്ടിക്കിളാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? കുറച്ച് ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 1 എന്താണ് പറയുന്നത്? ഇന്ത്യയും ഇന്ത്യയുടെ ഭൂപ്രദേശത്തെയും കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ഓക്കെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്താണ്? സിറ്റിസൺഷിപ്പാണ്. ഓക്കെ, 14 എന്താണ്? ഇക്വാളിറ്റി ആണ്. 17 എന്താണ്? ഐത്തമാണ്. അതിനകത്ത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ആർട്ടിക്കിൾ 17 സ്റ്റാർട്ട് ചെയ്യുന്നത്. 32 എന്താണ്? ഭരണഘടനാ വിധിക്കെതിരെയുള്ള റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32. വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചതാണ് ഏത്? ആർട്ടിക്കിൾ 32. ഓക്കെ ആണല്ലോ? നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ,
സിന്ധു നോക്കിയേ, ഫ്രം വെയർ ഡസ് ദ റിവർ ഇൻഡസ് എൻ്റർ ഇൻ ഇന്ത്യ? സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? നോക്കിയേ, ഗിൽജിത്ത്, ലഡാക്ക്, കാശ്മീർ താഴ്വര എന്താണ് ഇന്ത്യയിൽ ഒഴുകുന്നില്ല. പിന്നെ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? ഓക്കെ, അറിയോ ആർക്കെങ്കിലും? ഓക്കെ, എവിടെ നിന്നാണ്? ലഡാക്കാണ് കേട്ടോ. എവിടെ നിന്നാണ്? ലഡാക്കാണ് കേട്ടോ. അപ്പം സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ഏത് നദി ഉത്ഭവിക്കുന്നത്? ചൈനയിൽ ടിബറ്റിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ലഡാക്കിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ലഡാക്കിൽ വെച്ചാണ്. ഓക്കെ, അതിനാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. 2525 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഏതാണ് മക്കളെ? ഗോദാവരിയാണ് പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. ഈ ഗംഗയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ്? ഇൻഡസ്, നമ്മുടെ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഓക്കെ, എവിടെ നിന്നാണ് മക്കളെ? ലഡാക്കാണ്. എവിടെ നിന്നാണ്? ലഡാക്കിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഏറ്റവും വലിയ നദി ഗംഗ. ഗംഗയുടെ നീളം 2525 കിലോമീറ്റർ. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഇതിൽ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻ വീഡിയോസുകളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് SCGDക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.